Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. And Unit 3, Band Theory, we continue. And today the topic is N-type and P-type semiconductors. Solid State Physics, N-type and P-type semiconductors. And this is class number S39, Semester 6, Paper 1. N-type and P-type semiconductors. So, these semiconductors are broadly classified into two. They are intrinsic semiconductor and extrinsic semiconductor. Semiconductors, germanium, silicon, etc. are broadly classified into two, and they are intrinsic semiconductors and extrinsic semiconductors. What are intrinsic semiconductors? Intrinsic semiconductor, a pure form of a semiconductor is called intrinsic semiconductor. Its conduction is very poor, its conductivity is very poor. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ബ്രോഡായിട്ട് രണ്ടായിട്ട് ഭാഗിക്കും. ഒന്ന് ഇൻട്രൻസിക്, രണ്ടാമത്തെ എക്സ്റ്റൻസിക്. പ്യൂർ സാമ്പിൾ സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രൻസിക്. ഇംപ്യൂർ സാമ്പിൾ ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റൻസിക് എന്ന് പറയും. ഈ ഇൻട്രൻസിക്കിന് കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്, എന്നാൽ എക്സ്റ്റൻസിക്കിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. So we see the extrinsic semiconductors. Extrinsic semiconductors, the impure sample of semiconductors, extrinsic. N-type and P-type semiconductors. ഈ എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. വീണ്ടും അത് N-type എന്ന് പറയും, P-type എന്ന് പറയും. N-P സ്മോൾ ലെറ്റർ എഴുതിയാലും മതി. N-type and P-type semiconductors. By adding impurities, the conduction of a semiconductor can be increased. This process is called doping, D-O-P-I-N-G. The added impurity is called a dopant. By adding impurities, the conductivity of a semiconductor can be increased. This process is called doping. The added impurity is called dopant. അതായത് ഒരു സെമി കണ്ടക്ടറിലെ ഇമ്പ്യൂരിറ്റി ആറ്റംസ്, ഈ ആഴ്സനിക്, ആൻറ്റിമണി, ബേറിയം പോലെയുള്ള വസ്തുക്കളുണ്ട്. അത് ആഡ് ചെയ്താൽ അതിന് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. വളരെ കുറച്ച് പെർസെൻറ്റേജിൽ ചേർക്കുന്നത് കൊണ്ടാണ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. സെമി കണ്ടക്ടറിൽ വളരെ കുറച്ച് പെർസെൻറ്റേജിലാണ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ചേർക്കുന്നത്. അതായത് ഒരു ആറ്റം 10⁶ എണ്ണത്തിൽ, 10⁶ ജെർമേനിയം ആറ്റത്തിൽ ഒരു ആറ്റം, 1-2 ആറ്റം ഈ ഇമ്പ്യൂരിറ്റി ചേർക്കുന്ന ലെവലാണ് ആ രീതിയാണ് ഡോപ്പിംഗ് നടത്തുക. ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്, ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി സെമികണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡോപ്പിംഗ്. ദി ആഡഡ് ഇമ്പ്യൂരിറ്റി ഈസ് കോൾഡ് ഡോപ്പൻ. അപ്പം ഇങ്ങനെ ഈ കണ്ടക്ടിവിറ്റി കൂട്ടാൻ, എക്സ്ട്രിൻസിക് ആക്കാൻ നമ്മൾ ഇമ്പ്യൂരിറ്റി ചേർക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ഈ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി നമ്മൾ ഡോപ്പൻ്റ് എന്നാണ് പറയുന്നത്. Then we see N-type semiconductor. N-type semiconductorൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. നടക്കുകയാണ്. ഇമ്പ്യൂരിറ്റി ആറ്റം. അതിവിടെ ആഴ്സനിക് അല്ലെങ്കിൽ ആൻറ്റിമണി പോലെയുള്ള ആറ്റംസാണ് ഈ N-typeൽ ചേർക്കുക. അത് പെൻറ്റാവാലൻ്റ് ആറ്റംസാണ്. അതിന് സറൗണ്ടിങ് ആയിട്ട് ജെർമേനിയം ഉണ്ട്, അല്ലെങ്കിൽ സിലിക്കൺ ഉണ്ട്. ഈ ജെർമേനിയം 4 വാലൻ്റാണ്. ഇപ്പോൾ ജെർമേനിയത്തിന് ഇടം വളരെ കൂടുതലാണ്. അപ്പോൾ ജെർമേനിയം ആറ്റംസ് ഈ ഇമ്പ്യൂരിറ്റി ആയിട്ട് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് N-type എന്ന് പറയുന്നത്. ഇപ്പോൾ പടം നോക്കി വരയ്ക്കുക. ഒരു ഫ്രീ ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. വലിയ സർക്കിൾ ലൈൻ കാണിച്ചിരിക്കുന്നത് ഇമ്പ്യൂരിറ്റി ആറ്റമാണ്. ചുറ്റിനും 4 ചുറ്റിനും കാണിച്ചിരിക്കുന്നത് ജെർമേനിയം ആറ്റമാണ്, അല്ലെങ്കിൽ സിലിക്കൺ ആറ്റമാണ്. പിന്നെ ആ ഓരോ ബോണ്ടിലും ഡോട്ട് കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസാണ്. പിന്നെ ഇങ്ങോട്ട് മാറി ഒരു ഫ്രീ ഇലക്ട്രോണും കാണിച്ചിട്ടുണ്ട്. ഒരു ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന കണക്കിൽ കാണിക്കാവുന്നതാണ്. When an impurity atom like arsenic or antimony, that is impurity. ഒരു ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് ആഴ്സനിക്കോ ആൻറ്റിമണിയോ പറയാം. When an impurity atom like arsenic or antimony is added to pure germanium or silicon, pure germanium
or silicon, germanium or silicon, right side ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്, germanium or silicon, this impurity atom donates one electron to each germanium. ഇപ്പോൾ impurity atom ഓരോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ആ പടത്തിൻ്റെ ഇല്ലസ്ട്രേഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, വലിയ സർക്കിൾ ലൈൻ ചെയ്തത് ഇമ്പ്യൂരിറ്റി ആറ്റം, അത് ആൻസരിക്ക് ഒരു ആൻറ്റിമണിയാണ് ഇവിടെ. പിന്നെ ലൈൻ ഇല്ലാത്ത ചെറിയ സർക്കിൾ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ സെമി കണ്ടക്ടറാണ്. പിന്നെ ഡോട്ട് കാണിക്കുന്നത് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ജെർമേനിയം എന്ന് പറയുന്ന ഫോർവാലൻ്റ് സബ്സ്റ്റൻസിലേക്ക് ആഴ്സനിക് അല്ലെങ്കിൽ ആൻറ്റിമണി എന്ന് പറയുന്ന പെൻറ്റാവാലൻ്റ് ആറ്റം ചേർക്കുമ്പോൾ, ഡോപ്പ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരും. കാരണം 4 ജെർമേനിയം ഇലക്ട്രോൺസും 4 ആഴ്സനിക് ഇലക്ട്രോൺസും കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇമ്പ്യൂരിറ്റിയിൽ ബാക്കി വരും. അത് ഫ്രീ ടു വാണ്ടറാണ്, ക്രിസ്റ്റലിനകത്ത് സഞ്ചരിക്കാവുന്ന രീതിയിലാണ്. The 4 electrons of the impurity atom form, impurity atomത്തിന് 5 ഇലക്ട്രോൺ ഉണ്ട് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ. The 4 electrons of the impurity atom form covalent bonds with germanium atoms. The 5th electron is free. This increases the conductivity. The impurities are called donors. The impurity added semiconductor is called N-type semiconductor because there is increased conductivity. Because their increased conductivity is due to the presence of electrons which are majority carriers. അപ്പോൾ N-type semiconductorലെ majority carriers ഇലക്ട്രോൺസ് ആണ്. കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഓരോ ഇമ്പ്യൂരിറ്റി ആറ്റമും ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോണർ ടൈപ്പ് എന്ന് പറയും, നെഗറ്റീവ് ടൈപ്പ് എന്ന് പറയും. N-type സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് ആണ്. Now this is P-type semiconductor. P-type semiconductorൻ്റെ ചിത്രവും നമ്മൾ ഏറെക്കുറെ സമാനമായിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺ നമ്മൾ കാണിച്ചത് ഇവിടെ ഇല്ല, ബാക്കിയെല്ലാം സെയിമാണ്. പക്ഷേ ഒരു ബോണ്ടിൽ ഒരു സർക്കിൾ പോലെ വരച്ചിട്ടുണ്ട്, ചെറിയ സർക്കിൾ, അത് ഹോൾ എന്ന് പറയും. ഹോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളല്ല, മറിച്ച് ഒരു ഇലക്ട്രോൺ വേക്കൻസിയാണ്, പോസിറ്റീവ് നേച്ചറുള്ള ഒരു ഇലക്ട്രോൺ വേക്കൻസിയാണ് ഹോൾ എന്ന് പറയുന്നത്. ഇതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ഇമ്പ്യൂരിറ്റി ആറ്റം മാറും. ജെർമേനിയമിലേക്ക് സിലിക്കൺ സെയിം ആണ്, ഇമ്പ്യൂരിറ്റി ആറ്റം മാറും. ഇവിടെ ബോറോൺ അല്ലെങ്കിൽ ഗാലിയം, ബോറോണാണ് കേട്ടോ, ബോറോൺ അല്ലെങ്കിൽ ഗാലിയം ആണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഒരു 3 element like boron or gallium with 3 valence electrons are added to pure germanium or silicon, cobalt bonds are formed. There is a deficiency, ഒരു കുറവ് കേട്ടോ, ഒരു വേക്കൻസി. There is a deficiency of one electron to form the 4th cobalt bond and is called a hole. അപ്പോൾ ഇവിടെ ബോറോൺ അല്ലെങ്കിൽ ഗാലിയം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം, ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ഫോർവാലൻ്റ് ആറ്റമാണ്. കോവാലൻ്റ് ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റിക്ക് ബേറിയം അല്ലെങ്കിൽ ബോറോൺ അല്ലെങ്കിൽ ഗാലിയത്തിന് എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു ബോണ്ട് ഫോർമേഷനിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും, ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, കുറവുണ്ടാകും, ഇലക്ട്രോൺ വേക്കൻസി ഉണ്ടാകും. ആ ഇലക്ട്രോൺ വേക്കൻസിയെ വിളിക്കുന്ന പേരാണ് ഹോള്. ഹോള് പോസിറ്റീവ് നേച്ചറാണ്, ഇലക്ട്രോൺ അട്രാക്ട് ചെയ്തിട്ട് അത് ഫ്രീ ടു വാണ്ടറാണ്. ദ പ്രസൻസ് ഓഫ് ഹോൾ ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി. The impurity added semiconductor is then called P-type semiconductor. ഇത്തരം ഈ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്ത സെമി കണ്ടക്ടറിനെ നമ്മൾ പി ടൈപ്പ് എന്ന് വിളിക്കും. The impurities are called acceptors. നേരത്തെ ഡോണർ പറഞ്ഞെങ്കിൽ ഇവിടെ acceptors. As they accept electrons from the semiconductor, holes are the majority carriers in a P-type semiconductor. Holes are the majority carriers. ഈ മെജോറിറ്റി ക്യാരിയേഴ്സിന് പകരം മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയാൻ കാരണം
ഇപ്പോൾ നമ്മൾ പി ടൈപ്പ് എടുക്കുകയാണെങ്കിൽ പി ടൈപ്പിൽ ഹോൾസാണ് കൂടുതലുള്ളത്. എന്നാൽ ചിലപ്പോൾ തെർമൽ എക്സൈറ്റേഷൻ മൂലം ഏതാനും ഇലക്ട്രോൺസ് ഉണ്ടാകാം, വളരെ കുറച്ച്. അന്നേരം വളരെ കുറച്ച് ഇലക്ട്രോൺസിനെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയും. അപ്പോൾ മൈനോറിറ്റി കാരിയർ എന്നുള്ള വാക്കുകൾ നിങ്ങൾ പഠിക്കണം. എൻ ടൈപ്പ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസാണ് ധാരാളമുള്ളത്. ഈ തെർമൽ അജിറ്റേഷൻ മൂലം ഏതാനും ഹോൾസ് ഉണ്ടാകാം. അപ്പോൾ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയർ, ഹോൾസ് മൈനോറിറ്റി കാരിയർ. പി ടൈപ്പിൽ ഹോൾസ് മെജോറിറ്റി കാരിയർ, ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയർ ഓഫ് ചാർജ്. N type and P type semiconductors are called extrinsic semiconductors. N type and P type semiconductors are called extrinsic semiconductors. അപ്പോൾ അതിൻ്റെ ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ വാട്ട് ആർ സെമികണ്ടക്ടേഴ്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ക്ലാസ്. വാട്ട് ആർ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഡിസ്റ്റിങ്ഷൻ ഓഫ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. അവിടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. എൻ ടൈപ്പും പി ടൈപ്പും ഇവിടെയാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരുന്നു. ഇവിടെ നോക്കിയാൽ മതി. അവിടെ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ വാട്ട് ആർ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, their distinction, their difference based on band theory. That was a question there. And we continue our class, and that is all with class number 39, N type and P type conductors. We continue our class. Thank you very much.